ഇപ്പോൾ ഞാൻ യൂറോപ്പിൻ്റെ ചരിത്രത്തിൽ തന്നെ മറക്കാനാവാത്ത പങ്കുവെച്ച ഹിറ്റ്ലറുടെ നാട്ടിലൂടെയാണ് നടക്കുന്നത്. ഇവിടെ ഓരോ തെരുവിനും ഓരോ കെട്ടിടത്തിനും ഓരോ പള്ളികൾക്കുമൊക്കെ ഓരോ കഥകൾ പറയാനുണ്ട്. അങ്ങനെ ഞാൻ ചെന്നെത്തിയത് മ്യൂണിക്കിലാണ്. ഇവിടെ ഒരു പള്ളിയുണ്ട്, മുഞ്ചനൽ ഡോം. ഇതിനൊരു കഥയുണ്ട്. പള്ളിയുടെ എൻട്രൻസിനുള്ളിൽ ഒരു ഡെബിൾ ഫുട് പ്രിന്റ് കഥ. 1468 ഈ പള്ളിയുടെ ആർക്കിടെക്റ്റ് ആയിരുന്നു ജോൺ വോൺ ഹഷനു. ഈ പള്ളി പണിയുന്ന ടൈമിൽ ഫണ്ടിന് കാര്യത്തിൽ ചെറിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. അയാളുടെ ഫണ്ടിൻ്റെ അന്വേഷണം ഒരു ഡെവിളിൻ്റെ മുന്നിലാണ് അവസാനിച്ചത്. ആ ഡെവിൾ പള്ളി പണിയാനുള്ള ഫണ്ട് വാഗ്ദാനം ചെയ്തു. ബട്ട് വൺ കണ്ടീഷൻ: പള്ളിക്ക് ജനലും വാതിലും പാടില്ല, അതിനകത്ത് മുഴുവൻ ഇരുട്ടായിരിക്കണം. നീണ്ടുനിന്ന തർക്കത്തിനൊടുവിൽ 2 വാതിലുകൾ, എൻട്രൻസ് ആൻഡ് എക്സിറ്റ്, ഡെവിൾ സമ്മതിച്ചു. പള്ളി പണി തീർന്ന ദിവസം ഡെവിൾ കാണാൻ വന്നു. ഡെവിൾ പറഞ്ഞ പോലെ തന്നെ പണി തീർത്തിരിക്കുന്നു. ഡെവിളിന് സന്തോഷമായി. സന്തോഷത്തോടെ ഡെവിൾ അമർത്തി ചവിട്ടിച്ചാടി. ആ കാൽപാദമാണ് അവിടെ പതിഞ്ഞിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഡെവിൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് നടന്നപ്പോഴാണ് മനസ്സിലായത് ആർക്കിടെക്ട് ഒരു ചെറിയ ജനൽ അൾത്താരയുടെ ബാക്കിൻ്റെ ഉള്ളിൽ ഒരു പ്രതിമയുടെ ഇടയിൽ പണിതിട്ടുണ്ടെന്ന്. ഡെവിൾ വളരെ ദേഷ്യത്തോടെ ഒരു കാറ്റിൻ്റെ രൂപം പൂണ്ടു. എന്നിട്ട് പള്ളിയെ പിടിച്ചു കുലുക്കാൻ നോക്കി. ഇപ്പോഴും ഈ ഫെയറൻകർച്ചിൻ്റെ അടുത്ത് ഒരു കാറ്റിൻ്റെ സാന്നിധ്യം ഫീൽ ചെയ്യാറുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതെ, ഇവിടെ എവിടെ തിരിഞ്ഞാലും കഥകൾ മാത്രം. അടുത്ത കഥയുമായി പിന്നെ കാണാം.